രാവിലെ കണി കണ്ടത് കുറേ പരുന്തുകൾ. ഇതെന്താ പരുന്തുകളുടെ സംസ്ഥാന സമ്മേളനമോ? ഒരു ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി ആയിട്ടിരുന്ന് ചായയൊക്കെ കുടിച്ച് നേരെ കിച്ചണിലേക്ക് രാവിലെ ഒരു കടല മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുളകുപൊടിയും മല്ലിപ്പൊടിയും സവാളയൊക്കെ ചേർത്ത് കടല കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഗരം മസാല മൂപ്പിച്ച് അതിലേക്ക് കൊച്ചുള്ളിയും വഴറ്റി കുറച്ച് തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കടുക് വറുത്ത് അതിലേക്ക് ബാക്കി മുളകുപൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് മസാല തയ്യാറാക്കി. ടേസ്റ്റി കറി ഇവിടെ റെഡിയായി. ഇതിന് കോംബോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റാഗിയുടെ നൂൽപുട്ടാണ്. നമ്മുടെ നൂൽപുട്ടിനെ ഉപ്പിട്ട വെള്ളത്തിൽ കുളിപ്പിച്ച് സ്റ്റീം ചെയ്തെടുക്കുക. ടേസ്റ്റി ആൻഡ് ഹെൽത്തി നൂൽപുട്ട് റെഡി. കടലക്കറി നല്ല കോമ്പിനേഷനാണ്. വൈകിട്ട് പോകാനിരുന്ന എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഹോളി കമ്മ്യൂണിയന് ചില ടീച്ചേഴ്സിൻ്റെ അസൗകര്യം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ഉച്ചയിലേക്ക് മാറ്റി. എന്തായാലും റോയിച്ചാനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പ്രാക്കുളത്തേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി സ്റ്റെല്ല മിസ്സിനെയും ശോഭന മിസ്സിനെയും കൂടെ കൂട്ടി. ചെന്നപ്പം തന്നെ ഇവാനും പേരൻസും ഒക്കെ ഞങ്ങളെ സ്വീകരിച്ചു. ഞാനും ഫാമിലിയും എല്ലാം ഞങ്ങൾ എല്ലാവരും നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഏത് ഫംഗ്ഷന് പോയാലും അടുത്ത സ്റ്റെപ്പ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണല്ലോ. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി. ബിരിയാണി മാത്രമല്ല, സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈയും ബീഫും എല്ലാം ഉണ്ടായിരുന്നു. ഇവാൻ ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.